നമസ്കാരം. തകിടിയിൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെമ്പട്ടുടുത്ത് കയ്യിൽ പള്ളിവാളും കാലിൽ പൊൻചിലമ്പും അണിഞ്ഞു രൗദ്രരൂപിണിയും കാരുണ്യമൂർത്തിയും സർവാഭരണ വിഭൂഷിതയായും ഗ്രാമദേവതയായും ദേവി ഭഗവതി വാണരുളുന്ന ക്ഷേത്രമാണ് കളരിക്കൽ ഭഗവതി ക്ഷേത്രം. ദാരിക നിഗ്രഹത്തിനു ശേഷം അത്യുഗ്രഭാവത്തിൽ വലതുകാൽ മടക്കി വലത്തെ കൈയിൽ വാളും ശൂലവും ഇടത്തെ കൈയിൽ ദാരികൻ്റെ ശിരസും പാത്രവുമായി പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള കുന്നുകര പഞ്ചായത്തിൽ വയൽക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആലങ്ങാട് രാജാവിൻ്റെ കാലത്ത് പടത്തലവന്മാരായിരുന്ന കുറുപ്പന്മാരുടെ കളരിയായിരുന്നു ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം. ശ്രീ മഹാദേവനെയും ധർമ്മശാസ്താവിനെയും തുല്യ പ്രാധാന്യത്തിലാണ് ഇവിടെ ആരാധിച്ചു പോരുന്നത്. ബ്രഹ്മരക്ഷസിൻ്റെയും സർപ്പദൈവങ്ങളുടെയും വെള്ളാം ഭഗവതിയുടെയും അറുകലയുടെയും ഉപദേവതാ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. കുംഭമാസത്തിലെ ഭരണി നാളിൽ ആറാട്ടു വരത്തക്ക വിധമാണ് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് 2 ദിവസം താലപ്പൊലി, മുടിയേറ്റ്, ഭരണിയൂട്ട്, ഗുരുതി തുടങ്ങിയ ചടങ്ങുകളുമുണ്ട്. ഇടവമാസത്തിലെ അശ്വതി നാളിലാണ് പ്രതിഷ്ഠാദിനം. കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണം, വിജയദശമി, ദീപാവലി, വൃശ്ചിക മാസത്തിലെ മണ്ഡല ചിറപ്പ്, മീനമാസത്തിലെ പട്ടുംതാലിയും സമർപ്പണവും ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഗുരുതി. ഭദ്രകാളി ദേവിയുടെ ഇഷ്ടനിവേദ്യമായ ഗുരുതി തയ്യാറാക്കുന്നതിനാവശ്യമായ മഞ്ഞൾപ്പൊടി, ശർക്കര, ചുണ്ണാമ്പ് എന്നിവ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതാണ് ഗുരുതി വഴിപാട്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്ഷേത്രഭരണം നടക്കുന്നത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വയലേര ശ്രീ കവലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ ഞാൻ ഈ അമ്പലത്തിൻ്റെ പുരാതന ചരിത്രത്തിൻ്റെ ഏതാനും ഏടുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അമ്പലം രാജഭരണകാലത്ത് ആലങ്ങാട് രാജാവിൻ്റെ അധീനതയിൽ അന്നത്തെ പടക്കുറുപ്പ് സ്ഥാപിക്കുകയും കളരിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന അമ്പലം രാജഭരണകാലത്തിന് ശേഷം ക്ഷയിക്കുകയും ഈ നാട്ടിലെ കുറുപ്പന്മാരുടെ കുടുംബങ്ങളുടെ അധീനതയിലാവുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് അതിനുശേഷം അമ്പലം ജീർണിക്കുകയും പൂജാതി കർമ്മങ്ങളൊക്കെ മുടങ്ങുകയും ചെയ്തപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ചേർന്ന് ഇതിനെ പുനരുജ്ജീവിപ്പിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇന്ന് കളരിക്കൽ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ എല്ലാവിധ പുരോഗമനങ്ങൾക്കും ഈ നാട്ടിലെ ഓരോ വ്യക്തികളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ ഉന്നമനം കൊണ്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അഭിവൃദ്ധികൾ നാൾക്ക് നാൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ഗ്രാമദേവതയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി ദേവിയുടേതാണ്. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രഭാവത്തിൽ ഉള്ള പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ. വലതുകാൽ മടക്കി വലത്തെ കൈയിൽ വാളും ശൂലവും ഇടത്തെ കൈയിൽ ദാരികൻ്റെ ശിരസും പാത്രമായി പീഠത്തിലിരിക്കുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. ശ്രീ മഹാദേവനും ശ്രീ ധർമ്മശാസ്താവിനും തുല്യ പ്രാധാന്യത്തിൽ ആരാധിച്ചു പോരുന്നു. ബ്രഹ്മരക്ഷസ്, സർപ്പം, കരിനാഗയക്ഷി, അറുകല, വെള്ളാം ഭഗവതി, ദുർഗ
എന്നിവയാണ് ഉപപ്രതിഷ്ഠകൾ. പിന്നീട് നമ്മുടെ ക്ഷേത്രത്തിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബലിക്കൽ പ്രതിഷ്ഠയും കൊടിമര പ്രതിഷ്ഠയാണ്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ വാദ്യപഠന കളരിയും സനാതന ധർമ്മ പാഠശാലയും നടന്നു വരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം 19 കുട്ടികളുടെ അരങ്ങേറ്റം നടത്തുവാൻ കഴിഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിൽ മാതൃസമിതി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ക്ഷേത്രത്തിൻ്റെ നിത്യ കാര്യങ്ങളിലും ഉത്സവാദി കാര്യങ്ങളിലും അവരുടെ പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ്. ദേവീശരണം നമ്മുടെ കളരിക്കലമ്മയുടെ പ്രധാന ഉത്സവമായിട്ട് വരുന്ന കുംഭഭരണി മഹോത്സവമാണ് നടക്കുന്നത്. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കാവലാളായിട്ട് പുറത്തൊരു അറുവലയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടുത്തെ ഉത്സവങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ കൊടിയേറ് ഉത്സവങ്ങളെല്ലാം നടക്കുന്നത്. അവിടെ അത്ര കണ്ട് പ്രാധാന്യമുള്ള ഒരു ഇതാണ്. പിന്നെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നമുക്ക് അശ്വതിക്ക് പൊങ്കാല വളരെ പ്രാധാന്യമായിട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ കുംഭഭരണിയുടെ അന്ന് താലപ്പൊലിയും വളരെ പ്രധാനമാണ്. മുടിയേറ്റ് അത് വഴിപാടായിട്ട് നടത്താൻ വേണ്ടി നമുക്ക് നല്ല രീതിയിൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വളരെയധികം ഫലപ്രദമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്ക് വരുന്നത് ഇടവമാസത്തിലെ അശ്വതിക്ക് ആണ് പുനഃപ്രതിഷ്ഠ വരുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠാദിനം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കർക്കിടക മാസാചരണം, കർക്കിടക മാസത്തിൽ പ്രത്യേകമായിട്ട് അഷ്ടദേവഗണ ഹോമം, പിഴിഞ്ഞു പായസം ഇങ്ങനെയുള്ള പ്രധാന വഴിപാടുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. തുടർന്ന് നമുക്ക് വരുന്നത് വിദ്യാരംഭം, വളരെ ഭംഗിയായിട്ട് അത് നടക്കുന്നു. അതോടൊപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ മണ്ഡലച്ചെറുപ്പ് മഹോത്സവവും അതോടനുബന്ധിച്ച് നമുക്കൊരു താലപ്പൊലിയുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വിശേഷമായിട്ട് വരുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നമുക്ക് 2 താലപ്പൊലിയാണ് വരുന്നത്. ഒന്ന് കുംഭമാസത്തിലെ ഭരണിക്കുള്ള താലപ്പൊലിയും അതോടൊപ്പം തന്നെ വൃശ്ചികത്തിൽ 41 താലപ്പൊലിയും 2 പ്രധാന സങ്കേതങ്ങളിൽ നിന്നാണ് ആ താലപ്പൊലി വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ നന്നായി നടക്കുന്നത്. കർക്കിടക മാസത്തിൽ രാമായണം വായന, എല്ലാ ചൊവ്വയും വെള്ളിയും സഹസ്രനാമ നാമം ചൊല്ലൽ എല്ലാം കാര്യങ്ങളുണ്ട്. പിന്നെ ധനുമാസത്തിലെ തിരുവാതിര 10-15 പ്രസംഗങ്ങൾ എല്ലാം ഉണ്ടാകും. ഭക്തജനങ്ങളെല്ലാം എല്ലാ സഹകരണങ്ങളും എല്ലാ സഹകരണങ്ങളും ഉണ്ട്. 41 താലപ്പൊലി വൃശ്ചികമാസത്തിലെ അത് ഇതായിട്ട് പിന്നെ ഉത്സവങ്ങൾ അതുമെല്ലാം നല്ല രീതിയിൽ കൊണ്ട് പ്രവർത്തനങ്ങളും എല്ലാവരുടെ സഹകരണത്തോടെ നടക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.